ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ടയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 2 ദിവസമായിട്ട് എനിക്ക് അത്ര സുഖമില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മടിയാട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെയ്യണ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളിയും 4 മുട്ടയും ഒരു സവാളയൊക്കെ എടുത്ത് അരിഞ്ഞ് നമ്മൾ സവാളയൊക്കെ വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ക്രഷ് ചില്ലി ആട്ടോ ഇട്ടത്, പച്ചമുളകിന് പകരം. അതൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും കുറച്ച് വേപ്പിലേക്ക് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിങ്ങനെ വെള്ളം തോർത്തി എടുത്താൽ മതി. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോസ്റ്റർ ചൂടാക്കിയിട്ട് ഇനി ബ്രെഡ് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജോലിയും കഴിയും, വയറ് ഫുള്ളാവുകയും ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ, സ്കൂളിലും കോളേജിലേക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു വെള്ളിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഒരു കറി വെക്കണത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ ഫോൺ ആ കറിയിലേക്ക് ചാടിപ്പോയിട്ടോ. എന്നിട്ട് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇപ്പോഴാണ് ചിരി വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീഡിയോസൊന്നും കാണാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എവിടെ പോയെന്ന് വിചാരിക്കണവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ്. കുഴപ്പമൊന്നും പറ്റിയില്ല കേട്ടോ ഫോണിന്. ഞാൻ ആകെ പേടിച്ചൊക്കെ പോയായിരുന്നു. പിന്നെ ഞാനതിൻ്റെ കുറച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്ത് ഫോൺ ഇപ്പോഴും വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അതിന് മുമ്പേ എടുത്തു വെച്ച വീഡിയോയാണ് ഇപ്പോൾ അപ്ലോഡാക്കിയത് കേട്ടോ. എങ്ങനെയാണോ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് തെന്നിയിട്ട് ആ കറിയിലേക്ക് ചാടിപ്പോയി. കറിയാണെങ്കിൽ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നല്ല തിളച്ച കറിയിലേക്ക് ചാടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് എടുക്കാനും പറ്റൂലല്ലോ, നല്ല തിളച്ചിരിക്കുകയല്ലേ. അങ്ങനെ കുറച്ച് ടാസ്കുകൾക്ക് ശേഷമാണ് അത് ആ കലത്തിനകത്തുനിന്ന് എനിക്ക് എടുക്കാൻ കിട്ടിയത്. പിന്നെ ഞാൻ ആ കറി വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ആ പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഈ ചട്ടിയുടെ ചൂടൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ആ ഫോൺ എടുത്തത്. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഫോണാകെ പോയിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഫോണിനൊന്നും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ മുറ്റടിക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു എപ്പീസിയ നട്ടിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാമെന്ന്. അത് ഇതാട്ടോ, പൊതിമടലിനകത്ത് എപ്പീസിയ നട്ടിട്ട് നന്നായിട്ട് തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, അത് മുകളിൽ നിന്ന് താഴെ വരെ ഞാനിതൊരു പേരമരത്തേൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. പക്ഷെ അത് മുകളിൽ നിന്ന് ഇപ്പോൾ നിലം മുട്ടിയിട്ടോ, അത്ര വളർന്നു. ഒരു പൊതിമടലിൻ്റെ അകത്താണ് ഇത് നിൽക്കുന്നത്. കണ്ടാൽ പറയൂലല്ലോ, ആ മടലിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റണില്ല, അത്രയും ഈ ചെടികൾ വന്നിങ്ങനെ മൂടി കിടക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കരിയിലകൾ ചാടിയിരിക്കട്ടെ ഈ മുകളിൽ ഇങ്ങനെ നമ്മൾ തൂക്കിയിട്ടേക്കുന്ന ചെടികളുടെ ഉള്ളിലൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് താഴെയിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇത് നമ്മുടെ കനകാംബരം ഇല്ലേ, അതാണ്, നിറഞ്ഞ് പൂവുണ്ട്. പക്ഷേ ഇവിടെ നല്ല വെയിലേറെ, രാവിലത്തെ വെയിൽ മുഴുവൻ ഇങ്ങോട്ടേക്ക് അടിക്കണതുകൊണ്ട് എനിക്കത് ശരിക്കും കാണിക്കാനായിട്ട് പറ്റണില്ല. ഇതിനെ പട്ടത്തിപ്പൂവെന്നും പറയട്ടെ ഞങ്ങൾ. പണ്ട് ഇതൊക്കെ ഒരുപാട് തലയിലൊക്കെ ചൂടി നടന്നിട്ടുണ്ട്. ഇതും മുല്ലപ്പൂവും ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കോർത്തൊക്കെ കെട്ടുമായിരുന്നു. അങ്ങനെ ചെടികൾക്ക്. അപ്പം ഞാൻ എൻ്റെ ഫോണിന് പറ്റിയത് പറഞ്ഞില്ലേ, അപ്പം ഞാനതിന് എന്താ ചെയ്തതെന്നും കൂടി പറഞ്ഞുതരാം. ഇനി ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണ് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തു ആദ്യം തന്നെ. പ്രത്യേകിച്ച് കറിയാണല്ലോ, അരപ്പ് ചേർത്ത കറിയായിരുന്നു. അപ്പോൾ നിറയെ അതിനകത്തൊക്കെ അരപ്പായിട്ടുണ്ടായി. ഞാൻ എന്നിട്ടൊരു കോട്ടൻ്റെ തുണി കൊണ്ടുവന്നിട്ട് നന്നായിട്ട്, നമ്മളിപ്പോൾ ഫോൺ ചാടിയ ടെൻഷൻ അടിച്ചിരുന്ന് കുറേ സമയം ആയി കഴിഞ്ഞാൽ ഫോൺ പോകും കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ അത് കൊണ്ടുവന്ന് വേഗം നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചു. എന്നിട്ട് ആ ഫോണിൻ്റെ എല്ലാ പാർട്സും ഊരിയെടുത്തു. എല്ലാം, ബാറ്ററി, സിമ്മ്, ഫോണ്, ഇതെല്ലാം സെപ്പറേറ്റ് ഊരിയെടുത്തിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ഓരോ പാർട്സും വെച്ച് തുടച്ചെടുത്തിട്ട് നമ്മുടെ അരിപ്പാത്രമില്ലേ, അരി ബക്കറ്റ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു അരി ഇങ്ങനെ പകഞ്ഞ് മാറ്റി കുഴി പോലെ ആക്കിയിട്ട് ഓരോന്നും നമ്മൾ ആ അരിയിൽ ഇങ്ങനെ കുഴിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരി ഇട്ട് തന്നെ മൂടിയിടണം. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ പിന്നെ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വരെ അത് തൊട്ട് നോക്കണ്ട, അതങ്ങനെ തന്നെ മൂടി വെച്ചു ഞാൻ. പിന്നെ പിറ്റേ ദിവസം എടുത്ത് വീണ്ടും ഇതെല്ലാം തുടച്ച് നന്നാക്കി
ഞാൻ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ അസംബിൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫോണിന് ഒരു കുഴപ്പമുണ്ടായില്ല, ഇപ്പോഴും നല്ല വർക്കിംഗ് ആണ്. ആ ഫോണിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അന്ന് വൈകുന്നേരം കേട്ടോ. അപ്പോൾ അന്ന് ബ്രദറും മക്കളും വന്നായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ സമൂസ, ചിക്കൻ സമൂസയായിരുന്നു. പിന്നെ ഞാനിവിടെ അന്ന് കപ്പ വേവിച്ചിട്ടുണ്ടായി, കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ പിന്നെ ചായയ്ക്ക് വേണ്ടിയിട്ട് കപ്പയും സമൂസയൊക്കെ എടുത്ത് സെർവ് ചെയ്യണതാണ്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് കറികളൊക്കെ എനിക്ക് തലേ ദിവസത്തെ ഉണ്ടായതുകൊണ്ട് ഞാൻ കറികളൊന്നും വെച്ചില്ല. അതുകൊണ്ട് അത് അന്നത്തെ വീഡിയോയിൽ കറികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷം